അങ്ങനെ ജാൻമണി പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു CS റോക്കേഴ്സ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി മറക്കാണ്ട് CS റോക്കേഴ്സ് എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കുക കേട്ടോ. അങ്ങനെ ജാൻമണി വന്ന ഉടനെ നമ്മുടെ ജിൻഡോനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ജിൻഡോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ജാൻമണി നമുക്കങ്ങ് വലിച്ചാലോ എന്ന് പറഞ്ഞിട്ട് സിഗരറ്റ് വലിക്കാൻ പോകുന്നുണ്ട്. എടി ഞാൻ തന്നെയായിരുന്നടി എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. വലിക്കാൻ ആരുമില്ലായിരുന്നു ജാന്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജാൻമണി പറയുന്നത് എന്നാ എന്താ നമുക്ക് പോയി വലിക്കാം. അപ്പൊ ഋഷി പറയുന്നുണ്ട് അന്ന് ഞാനും വരട്ടെ, നമുക്ക് 3 പേർക്ക് കൂടെ വലിക്കാം. അപ്പൊ ജാൻമണി പറയുന്നുണ്ട് ആ നീ വാടാ, നിനക്ക് ഞാൻ വലിക്കാൻ പഠിപ്പിച്ചിരാന്ന് പറഞ്ഞ് നല്ല കൊച്ചിനെ നശിപ്പിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് പോകുന്ന ജാൻമണിനെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഋഷി വലിക്കാനൊന്നും പോയില്ല കേട്ടോ, അങ്ങനെ ചുമ്മാ തമാശക്ക് ചോദിച്ചെന്നുള്ളൂ. അതിനുശേഷം കിച്ചൺ ഏരിയയിലോട്ട് പോയിട്ട് നമ്മുടെ ജാസ്മിനുമായിട്ട് ജാൻമണിക്ക് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, ആ പ്രശ്നമൊക്കെ സോൾവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ പറയുന്നത് അയ്യോ ജാൻമണി ഞാൻ അതൊന്നും മനസ്സിലേ വെച്ചിട്ടില്ലായിരുന്നു, ആ പോകാൻ നേരത്ത് കുറച്ച് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, പക്ഷെ അത് പിന്നീട് അതങ്ങ് പോയി. അപ്പൊ ജാൻമണി സോറിയും ചോദിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അടിപൊളിയായിട്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്ത് ആ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്ന ഒരു മട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. ജിൻഡോയ്ക്ക് എന്തായാലും നല്ല രീതിയിൽ സന്തോഷമായിട്ടുണ്ട്. എനിക്ക് നീ പോയപ്പോ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എന്നൊക്കെ രീതിയിലൊക്കെ നമ്മുടെ ജാൻമണീന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് നമ്മുടെ ജിൻഡോ. എന്തായാലും ജിൻഡോയും ജാൻമണിയും വലിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പൊ സിഗരറ്റ് വലിച്ചുകൊണ്ട് പുറത്ത് കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നൊന്നായിട്ട് ജിൻഡോ വേറെ രീതിയിൽ വളച്ച് ചുറ്റി കരുത്തി കൂടി എടുത്തിട്ട് വന്നിട്ട് മനസ്സിലാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ജാൻമണിക്ക് പിന്നെ വേറെ ഒരു ഭാഷ ആയതുകൊണ്ട് തന്നെ മലയാളത്തിൽ അത്ര ഫ്ലുവന്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് മനസ്സിലായില്ല എന്ന് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജാൻമണി അറിയാണ്ട് പറഞ്ഞു പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പൊ എന്തായാലും ജിൻഡോ മെല്ലെ മെല്ലെ ചോദിച്ച് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഈ വരുന്ന വൈൽഡ് കാർഡ് അല്ല, ഈ വരുന്ന റീ എൻട്രി ചെയ്ത എക്സ് കണ്ടസ്റ്റൻസ് റീ എൻട്രി ആയി വരുന്ന ഇവര് എങ്ങനെ ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന 6 മത്സരാർത്ഥികളുടെ ഗെയിം തലകുത്തി മറച്ചിടുമെന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. അടുത്തതായിട്ട് യമുന ചേച്ചി അല്ലെങ്കിൽ ഗബ്രി കയറുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷെ അത് എത്ര സത്യമാണ് നമുക്ക് വ്യക്തമായിട്ട് കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല. ഒരു പ്രിഡിക്ഷൻ ആണ് ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളായിരിക്കുന്നതാണ് കരുതുന്നത്. പക്ഷെ നമ്മുടെ ഗബ്രിയാണ് ഇപ്പൊ കയറാൻ പോകുന്നതെങ്കിൽ എന്റെ പൊന്നളിയ നല്ല വെടിക്കെട്ട് ഐറ്റം ആയിട്ടുള്ള കണ്ടന്റ് കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഗബ്രിക്ക് പുറത്തു നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ ഗബ്രി അകലം പാലിച്ച് നിൽക്കുമെന്ന് മാത്രം നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പുറത്തും നമ്മുടെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് നിന്നത്. അകത്ത് വന്നാലും വലിയ അകലം പാലിക്കാനൊന്നും പോകത്തില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവിടെ ഉണ്ടായിരുന്ന അതേ രീതി തന്നെ കാണിക്കാനാണ് ചാൻസ് കൂടുതൽ. അപ്പൊ എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ ജാൻമണിയുടെ എൻട്രിയും അതുപോലെ തന്നെ ഗബ്രിയുടെ എൻട്രിയാണ്. ഇനി ഇവരെ എന്തൊക്കെ നടക്കാൻ പോകുന്നു ബിഗ് ബോസ് വീട്ടിൽ ഹോട്ട് ന്യൂസസ് അറിയാൻ വേണ്ടി മറക്കാണ്ട് ഈ CS റോക്കേഴ്സ് എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ബിഗ് ബോസ് വീട്ടിൽ നടന്ന് എന്തായിക്കോട്ടെ ഞാൻ അപ്പപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ അപ്പപ്പോ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആ അപ്ഡേറ്റ്സ് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ഒരു ലൈക്ക് അടിക്കുക കേട്ടോ. നിങ്ങൾ അടിക്കുന്ന ഓരോ ലൈക്കും അടിപൊളിയാണെന്നേ, ഒരു ലൈക്ക് അടിച്ചുകൂടി.